പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞ ഓഫർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഒരാഴ്ച മുമ്പേ ഇതിന് പരസ്യമൊക്കെ ചെയ്യും, ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് 2 അക്ക നമ്പർ ആഡ് ചെയ്തുകൊണ്ട് വിലയിടും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഓഫറൊക്കെ കാണും, പൈസ ഒക്കെ റെഡിയാക്കി അന്ന് സാധനം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കും. നിന്ന് ക്ഷമ എടുക്കാൻ നേരത്ത് നമ്മ വിചാരിച്ച ഓഫറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മ ഒരു ഐഫോൺ എടുക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ പൈസ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കാം. നേരത്തെ സെയിലിന് മുമ്പ് ഉണ്ടായിരുന്നത് 82,000 രൂപയാണ് ഐഫോൺ 7 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സെയിൽ തുടങ്ങി. ഇന്നാണ് ഫ്ലിപ്കാർട്ട് സെയിൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് എത്ര അതിൻ്റെ റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഐഫോൺ 7 നിങ്ങൾക്ക് കാണാം, 79,900 രൂപ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ കാണിക്കുന്നത് 81,900. അപ്പോൾ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടി? വെറും 100 രൂപ. ഇപ്പോൾ ഇതിലും കുറച്ച് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ ഇപ്പോൾ 70 കിട്ടും. 75,000 70 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാണ്ട് അതും കൂടി ഒന്ന് നോക്കുക. ഓൺലൈനിൽ തന്നെ പോയി വില കുറവാന്ന് വിചാരിച്ച് സാധനം വാങ്ങിക്കരുത്. നമുക്ക് ഓഫ്ലൈനേക്കാളും കൂടുതലാണ് ഓൺലൈനിൽ റേറ്റ് വരുന്നത്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവർ കാണിക്കുന്നുണ്ട് 75,900 കാണിക്കുന്നത്. അതൊക്കെ കിട്ടുന്ന കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫർ, ബാങ്ക് ഓഫർ, ക്രെഡിറ്റ് കാർഡ് ഓഫർ, ഇങ്ങനെയുള്ള ഓഫറൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ റെഡി ക്യാഷിനോ അല്ല ക്യാഷ് റെഡി ആക്കി എടുക്കാൻ നേരത്തൊക്കെ നമുക്ക് കിട്ടുന്ന വെറും 100 രൂപ ഡിസ്കൗണ്ടാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഉറപ്പായും കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തട്ടിപ്പാണിത്. ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ ശരിക്കും പറ്റിക്കുന്നുണ്ട്. ഇത് കണ്ട 81,900, സെയിൽ മുമ്പ് റേറ്റ് 82,000, വെറും 100 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാ സാധനത്തിനും അതേപോലെയാണ്. ചില സാധനത്തിനകത്ത് മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതലായിരിക്കും റേറ്റ്. പക്ഷെ നമുക്ക് അറിയത്ത് പോലും ഇല്ല. മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതൽ വിറ്റ് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ മുമ്പ് 65,000 ഉള്ള ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ 75,000 ഒക്കെ ആയിട്ടുണ്ട്, 10,000 കൂടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. വേറെ ചാടിക്കയറി ഇതിനകത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ നിൽക്കരുത്. എല്ലാം മനസ്സിലാക്കി നോക്കി ഓഫ്ലൈനൊക്കെ തിരക്കണം. ഇപ്പോൾ സെയിലൊക്കെ ഇവർ കച്ചവട സെയിലാ സമയത്ത് ഇങ്ങനെ ഓഫറൊക്കെ ഇടുന്നത്, അല്ലാത്ത സമയത്തൊക്കെ ഇതിലും കുറവ് ചില സൈറ്റിലൊക്കെ കിട്ടും. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ ഒക്കെ ഇവരൊക്കെ നമ്മൾ ശരിക്കും പറ്റിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ഭാഗത്തും റേറ്റൊക്കെ എവിടെയാണ് കുറവുള്ളത്. അപ്പോൾ അതിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഒരാഴ്ച മുമ്പേ ഇതിന് പരസ്യമൊക്കെ ചെയ്യും, ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് 2 അക്ക നമ്പർ ആഡ് ചെയ്തുകൊണ്ട് വിലയിടും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഓഫറൊക്കെ കാണും, പൈസ ഒക്കെ റെഡിയാക്കി അന്ന് സാധനം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കും. നിന്ന് ക്ഷമ എടുക്കാൻ നേരത്ത് നമ്മ വിചാരിച്ച ഓഫറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മ ഒരു ഐഫോൺ എടുക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ പൈസ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കാം. നേരത്തെ സെയിലിന് മുമ്പ് ഉണ്ടായിരുന്നത് 82,000 രൂപയാണ് ഐഫോൺ 7 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സെയിൽ തുടങ്ങി. ഇന്നാണ് ഫ്ലിപ്കാർട്ട് സെയിൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് എത്ര അതിൻ്റെ റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഐഫോൺ 7 നിങ്ങൾക്ക് കാണാം, 79,900 രൂപ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ കാണിക്കുന്നത് 81,900. അപ്പോൾ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടി? വെറും 100 രൂപ. ഇപ്പോൾ ഇതിലും കുറച്ച് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ ഇപ്പോൾ 70 കിട്ടും. 75,000 70 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാണ്ട് അതും കൂടി ഒന്ന് നോക്കുക. ഓൺലൈനിൽ തന്നെ പോയി വില കുറവാന്ന് വിചാരിച്ച് സാധനം വാങ്ങിക്കരുത്. നമുക്ക് ഓഫ്ലൈനേക്കാളും കൂടുതലാണ് ഓൺലൈനിൽ റേറ്റ് വരുന്നത്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ
ഒരു കാണിക്കുന്നുണ്ട് 75,900 കാണിക്കുന്നത്. അതൊക്കെ കിട്ടുന്നത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫർ, ബാങ്ക് ഓഫർ, ക്രെഡിറ്റ് കാർഡ് ഓഫർ, ഇങ്ങനെയുള്ള ഓഫറൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ റെഡി ക്യാഷിനോ അല്ല ക്യാഷ് റെഡി ആക്കി എടുക്കാൻ നേരത്തൊക്കെ നമുക്ക് കിട്ടുന്ന വെറും 100 രൂപ ഡിസ്കൗണ്ടാ, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഉറപ്പായും കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തട്ടിപ്പാണിത്. ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ ശരിക്കും പറ്റിക്കുന്നുണ്ട്. ഇത് കണ്ട 81,900, സെയിൽ മുമ്പ് റേറ്റ് 82,000, വെറും 100 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാ സാധനത്തിനും അതേപോലെയാണ്. ചില സാധനത്തിനകത്ത് മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതലായിരിക്കും റേറ്റ്, പക്ഷെ നമുക്ക് അറിയത്ത് പോലും ഇല്ല. മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതൽ വിറ്റ് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ മുമ്പ് 65,000 ഉള്ള ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ 75,000 ഒക്കെ ആയിട്ടുണ്ട്, 10,000 കൂടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. വേറെ ചാടിക്കയറി ഇതിനകത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ നിൽക്കരുത്. എല്ലാം മനസ്സിലാക്കി നോക്കി ഓഫ്ലൈനൊക്കെ തിരക്കണം. ഇപ്പോൾ സെയിലൊക്കെ ഇവർ കച്ചവട സെയിലാ സമയത്ത് ഇങ്ങനെ ഓഫറൊക്കെ ഇടുന്നത്, അല്ലാത്ത സമയത്തൊക്കെ ഇതിലും കുറവ് ചില സൈറ്റിലൊക്കെ കിട്ടും. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ ഒക്കെ ഇവരൊക്കെ നമ്മൾ ശരിക്കും പറ്റിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് മനസ്സിലാക്കണം. എല്ലാ ഭാഗത്തും റേറ്റൊക്കെ എവിടെയാണ് കുറവുള്ളത്, അപ്പോൾ അതിനെ പറ്റിയാകുമ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഒരാഴ്ച മുമ്പേ ഇതിനെ പരസ്യമൊക്കെ ചെയ്യും, ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് 2 അക്ക നമ്പർ ആഡ് ചെയ്തുകൊണ്ട് വില ഇടും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഓഫറൊക്കെ കാണും. പൈസ ഒക്കെ റെഡിയാക്കി അന്ന് സാധനം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്ത് വെയിറ്റ് ആക്കും. കാത്ത് നിന്ന് ക്ഷമ എടുക്കാൻ നേരത്ത് നമ്മ വിചാരിച്ച ഓഫറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഐഫോൺ എടുക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ പൈസ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ നോക്കാം. നേരത്തെ സെയിലിന് മുമ്പ് ഉണ്ടായിരുന്നത് 82,000 രൂപയാണ് ഐഫോൺ 7 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സെയിൽ തുടങ്ങി. ഇന്നാണ് ഫ്ലിപ്കാർട്ട് സെയിൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് എത്ര അതിൻ്റെ റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഐഫോൺ 70 നിങ്ങൾക്ക് കാണാം. ഏതാ 79,900 രൂപ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ കാണിക്കുന്നത് 81,900. അപ്പോൾ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടി? വെറും 100 രൂപ. ഇപ്പോൾ ഇതിലും കുറച്ച് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ ഇപ്പോൾ 70 കിട്ടും. 75,000 70 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാണ്ട് അതും കൂടി ഒന്ന് നോക്കുക. ഓൺലൈനിൽ തന്നെ പോയി വില കുറവാന്ന് വിചാരിച്ച് സാധനം വാങ്ങിക്കരുത്. ചില നമുക്ക് ഓഫ്ലൈനേക്കാളും കൂടുതലാണ് ഓൺലൈനിൽ റേറ്റ് വരുന്നത്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കാണിക്കുന്നുണ്ട് 75,900 കാണിക്കുന്നത്. അതൊക്കെ കിട്ടുന്നത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫർ, ബാങ്ക് ഓഫർ, ക്രെഡിറ്റ് കാർഡ് ഓഫർ, ഇങ്ങനെയുള്ള ഓഫറൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ റെഡി ക്യാഷിനോ അല്ല ക്യാഷ് റെഡി ആക്കി എടുക്കാൻ നേരത്തൊക്കെ നമുക്ക് കിട്ടുന്ന വെറും 100 രൂപ ഡിസ്കൗണ്ടാ, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഉറപ്പായും കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തട്ടിപ്പാണിത്. ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ ശരിക്കും പറ്റിക്കുന്നുണ്ട്. ഇത് കണ്ട 81,900, സെയിൽ മുമ്പ് റേറ്റ് 82,000, വെറും 100 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാ സാധനത്തിനും അതേപോലെയാണ്. ചില സാധനത്തിനകത്ത് മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതലായിരിക്കും റേറ്റ്, പക്ഷെ നമുക്ക് അറിയത്ത് പോലും ഇല്ല. മുമ്പുണ്ടായിരുന്നേക്കാളും കൂടുതൽ വിറ്റ് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ മുമ്പ് 65,000 ഉള്ള ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ 75,000 ഒക്കെ ആയിട്ടുണ്ട്, 10,000 കൂടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. വേറെ ചാടിക്കയറി ഇതിനകത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ നിൽക്കരുത്. എല്ലാം മനസ്സിലാക്കി നോക്കി ഓഫ്ലൈനൊക്കെ തിരക്കണം. ഇപ്പോൾ സെയിലൊക്കെ ഇവർ കച്ചവട സെയിലാ സമയത്ത് ഇങ്ങനെ ഓഫറൊക്കെ ഇടുന്നത്, അല്ലാത്ത സമയത്തൊക്കെ ഇതിലും കുറവ് ചില സൈറ്റിലൊക്കെ കിട്ടും. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ ഒക്കെ ഇവരൊക്കെ നമ്മൾ ശരിക്കും പറ്റിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് മനസ്സിലാക്കണം. എല്ലാ ഭാഗത്തും റേറ്റൊക്കെ എവിടെയാണ് കുറവുള്ളത്.